and following are the questions that we are going to deal in part 1. How much tax a person has to pay? Who decides the rate of tax? What are the rules regarding the calculation of income tax? And what are direct tax and indirect tax? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കാണാം. Let us start with Income Tax Act 1961. ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ബൈബിളാണ് ഇൻകം ടാക്സ് ആക്ട് 1961. It lays down almost all the basic rules regarding the procedure of levy of income tax, tax collection, recovery of tax, administration of income tax, etc. So, Income Tax Act 1961 ആണ് ഇൻകം ടാക്സ് എങ്ങനെയായിരിക്കണം ഒരാളിൽ നിന്നും ചാർജ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ആക്റ്റാണ് ഇൻകം ടാക്സ് ആക്ട് 1961. So, it came into force from 1st April 1962 and it applies to whole part of India including Jammu and Kashmir. അതിന്റെ പേരിൽ 1961 എന്നാണെങ്കിൽ തന്നെ 1961 എനാക്ട് ചെയ്തിട്ടുള്ള ഒരു ആക്ടാണ്. ബട്ട് ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഫ്രം 1st April 1962. സാധാരണ നിയമങ്ങളൊക്കെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും നമ്മൾ അപ്ലൈ ചെയ്യുമെങ്കിലും ജമ്മു ആൻഡ് കാശ്മീരിനെ ഒഴിവാക്കുമായിരുന്നു ആർട്ടിക്കിൾ 370 പ്രകാരം. ബട്ട് ഇൻകം ടാക്സ് ആക്ട് 1961 ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. It applies to whole part of India including Jammu and Kashmir. ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ഇല്ല, ആ സംസ്ഥാനം മാറ്റിയിട്ട് 3 സംസ്ഥാനങ്ങളായിട്ട് തിരിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. എന്തായാലും ദിസ് ഈസ് ഇൻകം ടാക്സ് ആക്ട് 1961. So all the basic rules regarding income tax is explained in this act. What about the rate of tax? Who decides the rate of tax? Rate of tax is described in Income Tax Act 1961. Never. The rate of tax shall be ever changing according to the changing economic conditions. Right? 1961 തീരുമാനിച്ചിട്ടുള്ള rate of tax ഇപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല because economic condition is entirely different. So it should be changed in each year according to the changing economic conditions. അപ്പോൾ ആരാണ് rate of tax തീരുമാനിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരെയാണ്. ദീസ് ആർ ഓൾ വെരി ഫേമസ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ആൻഡ് വാട്ട് ഈസ് ദ കോമൺ ഫീച്ചർ ദാറ്റ് യുണൈറ്റ്സ് ദീസ് പൊളിറ്റീഷ്യൻസ്? ദീസ് ആർ ഓൾ വൺസ് വർക്ക്ഡ് ആസ് ഫിനാൻസ് മിനിസ്റ്റർ ഇൻ അവർ പാർലമെന്റ്. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് വർക്ക് ചെയ്തിരുന്ന, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന നിർമ്മല സീതാരാമൻ വരെയുണ്ട്. മൻമോഹൻ സിംഗ്, നരസിംഹറാവു ഗവൺമെന്റിന്റെ കീഴിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. ജസ്വന്ത് സിംഗ് അണ്ടർ വാജ്പേയി ഗവൺമെന്റ്, ചിദംബരം അണ്ടർ മൻമോഹൻ സിംഗ് ഗവൺമെന്റ്, ജെയ്റ്റ്ലി അണ്ടർ മോഡി ഗവൺമെന്റ് ആൻഡ് നിർമ്മല സീതാരാമൻ അഗെയിൻ അണ്ടർ മോഡി ഗവൺമെന്റ്. ഇവരെല്ലാ കൊല്ലവും ഒരു ബാഗുമായിട്ട് പാർലമെന്റിലേക്ക് വരും. സി ദി ഫോട്ടോ ഓഫ് നിർമ്മല സീതാരാമൻ. ദർ ഇസ് എ റെഡ് ബാഗ് ഇൻ ഹെർ ഹാൻഡ്. വാട്ട് ഇസ് ദാറ്റ്? This is the union budget. എല്ലാ കൊല്ലവും ഈ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഒരു യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കും. And as part of that union budget, they will present a finance bill. And this finance bill prescribes the rate of tax which is applicable to that particular year. ആ ഫിനാൻസ് ബില്ലില് എന്തായിരിക്കണം റേറ്റ് ഓഫ് ടാക്സ് എന്നുള്ളത് പറയും. ലോക്സഭയിൽ അത് വോട്ടിനിട്ട് മെജോറിറ്റി മെമ്പേഴ്സും ആ ഫിനാൻസ് ബില്ല് പാസ്സാക്കിയാൽ ദാറ്റ് ഫിനാൻസ് ബിൽ വിൽ ബിക്കം ഫിനാൻസ് ആക്ട്. അങ്ങനെ ഫിനാൻസ് ആക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫിനാൻസ് ആക്ടിൽ പറയുന്ന റേറ്റ് ഓഫ് ടാക്സ് അപ്ലിക്കബിൾ ആയി തുടങ്ങും. അങ്ങനെ ഓരോ കൊല്ലവും ഫിനാൻസ് ബില്ല് കൊണ്ടുവരുന്നു, അത് പാസ്സാക്കുന്നു, ഫിനാൻസ് ആക്ട് ആക്കുന്നു, പുതിയ റേറ്റ് ഓഫ് ടാക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ടു ചേഞ്ച് ദ റേറ്റ് ഓഫ് ടാക്സ് yearly, and it is according to the changing economic conditions. Now let us see the difference between direct tax and indirect tax. Tax can be broadly classified into two: direct tax and indirect tax. എന്താ നമുക്ക് നോക്കാം.
Suppose this is Mr. Anand. Mr. Anand is a very hardworking person and he is earning enormous income. So ഒരു ഇൻകം ഒരു സ്പെസിഫൈഡ് ലിമിറ്റിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. So Mr. Anand's income crosses that specified limit so that he has to pay income tax. Suppose അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സ് 1 ലക്ഷമാണെന്ന് വിചാരിക്കുക. ഒരു പർട്ടിക്കുലർ ഇയറിലെ ഇൻകം ടാക്സ് 1 ലക്ഷമാണ്. So Mr. Anand has to pay directly the tax to the government. ആനന്ദ് അത് കാൽക്കുലേറ്റ് ചെയ്യണം, ടാക്സ് ലയബിലിറ്റി എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ട് ആ ടാക്സ് എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ ഓഫ് ഇൻകം ടാക്സ്. ആൻഡ് സിൻസ് മിസ്റ്റർ ആനന്ദ് ഈസ് എ വെരി റിച്ച് മാൻ, ഹി ഓഫൺ ഗോസ് ടു ഹോട്ടൽ ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് ഈസ് 5-star ഹോട്ടൽ. സാധാരണ ഹോട്ടലിലേക്കൊന്നും മിസ്റ്റർ ആനന്ദ് പോകാറില്ല. സോ ഹി ഹാഡ് എ കപ്പ് ഓഫ് ടീ ദെയർ. 5-star ഹോട്ടലിൽ നിന്ന് ഒരു കപ്പ് ഓഫ് ടീ അയാൾ കുടിച്ചു. സോ എന്ത് ചെയ്യണം, ബില്ല് വന്നു. ബില്ല് 100 രൂപയാണ് ബില്ല് എന്ന് വിചാരിക്കുക. സോ ഹി പേയ്സ് ദ ബിൽ ഓഫ് ₹100 ടു ദ ഹോട്ടൽ, നോട്ട് ടു ദ ഗവൺമെന്റ്. ഗവൺമെന്റിലേക്കല്ല ഈ 100 രൂപ അടയ്ക്കുക, ഹോട്ടലിലേക്കാണ് ഈ 100 രൂപ അടയ്ക്കുക. കാരണം ഹോട്ടലിൽ നിന്നാണല്ലോ ചായ കുടിച്ചത്. സോ 100 രൂപ അദ്ദേഹം ഹോട്ടലിന് കൊടുത്തു. ആൻഡ് on the analysis of that bill, we can see that the price of the tea is ₹80 and GST is ₹20. GST, goods and service tax, അതാണല്ലോ ഇപ്പോഴത്തെ താരം. So GST is ₹20 and total amount is 100. അപ്പോൾ 100 രൂപ ബില്ല് എങ്ങനെയാണ് വന്നത്? 80 രൂപ ചായയുടെ പൈസയും 20 രൂപ GSTയും, അങ്ങനെ 100 രൂപ. And Mr. Anand paid this 100 rupees. GST 20 രൂപ അടക്കമുള്ള 100 രൂപ അടയ്ക്കുന്നത് മിസ്റ്റർ ആനന്ദാണ്. ആൻഡ് വാട്ട് ദ ഹോട്ടൽ ഓണർ ഹാസ് ടു ഡു? ഹോട്ടൽ ഓണറിന് ഈ 100 രൂപ പോക്കറ്റിലിടാൻ പറ്റില്ല. 80 രൂപ അദ്ദേഹത്തിന്റെ പോക്കറ്റിലിടാം. ആൻഡ് ദ റിമൈനിങ് 20 rupees the hotel owner has to pay to the government as GST. അപ്പൊ എങ്ങനെയാണ് GST 20 രൂപ ഗവൺമെന്റിലേക്ക് എത്തിയത് നോക്കൂ. ആനന്ദിന്റെ കയ്യിൽ നിന്നാണ് എത്തുന്നത്. ആനന്ദാണ് ഈ 20 രൂപ അടയ്ക്കുന്നത്. പക്ഷെ ആനന്ദ് ഗവൺമെന്റിലേക്കല്ല അടയ്ക്കുന്നത് 20 രൂപ. ആദ്യം ഹോട്ടലിലേക്ക് അടയ്ക്കുന്നു, എന്നിട്ട് ഹോട്ടലുകാരനാണ് 20 രൂപ ആരിലേക്ക് എത്തിക്കുന്നത്? ഗവൺമെന്റിലേക്ക് എത്തിക്കുന്നത്. സോ ഇൻഡയറക്ട്ലി GST റീച്ച് ടു ദ ഗവൺമെന്റ്, നോട്ട് ഡയറക്ട്ലി. ഇതിന്ന് ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സ്, ഈ രണ്ട് കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഒരു ചെറിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കത് കുറച്ചും കൂടെ ക്ലിയർ ആക്കാം. സോ ഡയറക്ട് ടാക്സ്, ദ പേഴ്സൺ ഡയറക്ട്ലി പേസ് ദ ടാക്സ് ടു ദ ഗവൺമെന്റ്. ഡയറക്ട് ടാക്സ് ഏത് വ്യക്തിയാണോ ടാക്സ് കയ്യിൽ നിന്ന് എടുക്കുന്നത് ആ വ്യക്തി തന്നെ ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യണം. സോ ദാറ്റ് ഇസ് ഡയറക്ട് ടാക്സ്. ആൻഡ് ബോത്ത് ദ ബർഡൻ ഓഫ് ടാക്സ് ആൻഡ് ലയബിലിറ്റി ടു റെമിറ്റ് ദ ടാക്സ് ടു ദ ഗവൺമെന്റ് fall on the same person. ടാക്സ് എന്ന് പറയുന്ന ബാധ്യതയും ഒരാളുടെ തലയിലേക്കാണ് വരുന്നത്. അയാൾ തന്നെയാണ് അത് ഗവൺമെന്റിലേക്ക് റെമിറ്റ് ചെയ്യേണ്ടതും. രണ്ടും ഒരേ വ്യക്തി തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഡയറക്ട് ടാക്സിന്റെ പ്രത്യേകത. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ആരാണോ ഇൻകം ഉണ്ടാക്കുന്നത് അയാളുടെ ഇൻകത്തിൽ നിന്ന് അയാൾ ടാക്സ് എടുക്കണം, എന്നിട്ട് അയാൾ തന്നെ ഗവൺമെന്റിലേക്ക് അത് അടയ്ക്കണം. മിസ്റ്റർ ആനന്ദ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കറിയാം. ആൻഡ് വാട്ട് അബൌട്ട് ഇൻഡയറക്ട് ടാക്സ്? Indirect tax, the person indirectly pays the tax to the government, not directly. ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ കണ്ടു GST 20 രൂപ ആനന്ദാണ് കൊടുക്കുന്നതെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിലേക്കല്ല കൊടുക്കുന്നത്. ആദ്യം ഹോട്ടലിലേക്ക് കൊടുക്കുന്നു, എന്നിട്ട് ഹോട്ടലുകാരനാണ് എന്ത് ചെയ്യുന്നത്, അത് ഗവൺമെന്റിലേക്ക് എത്തിക്കുന്നത്. സോ ദ ബർഡൻ ഓഫ് ടാക്സ് ഫോൾസ് ഓൺ വൺ പേഴ്സൺ, ദാറ്റ് ഇസ് ആനന്ദ്. ടാക്സ് എന്ന് പറയുന്ന ബാധ്യത ആനന്ദിന്റെ തലയിലാണെങ്കിലും ദ ലയബിലിറ്റി ടു റെമിറ്റ് ദ ടാക്സ് ഫോൾസ് ഓൺ അനദർ പേഴ്സൺ, ദാറ്റ് ഈസ് ഹോട്ടൽ. ബർഡൻ ഓഫ് ടാക്സ് ഓൺ മീ ആൻഡ് ബർഡൻ ഓർ ലയബിലിറ്റി ടു റെമിറ്റ് ഈസ് ഓൺ ഹോട്ടൽ. അപ്പൊ ആനന്ദിന്റെ തലയിലാണ് ടാക്സ് എന്ന് പറയുന്ന ബർഡൻ വരുന്നതെങ്കിലും റെമിറ്റ് ചെയ്യേണ്ട ബാധ്യത ഹോട്ടലിനാണ്. ബിക്കോസ് ആനന്ദ് ഈസ് പേയിങ് GST ടു ഹോട്ടൽ, നോട്ട് ഗവൺമെന്റ്. സോ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഗവൺമെന്റിലേക്ക് GST എത്തുന്നത്. GST മാത്രമല്ല, ഏത് തരം എക്സൈസ് ഡ്യൂട്ടി അതിനൊരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അതിന് എക്സൈസ് ഡ്യൂട്ടി വരും.
ഇപ്പോൾ പെട്രോൾ പമ്പിലേക്കാണ് നിങ്ങൾ പൈസ കൊടുക്കുന്നത്, പക്ഷെ അതിലൊരു ചെറിയൊരു ശതമാനം എക്സൈസ് ഡ്യൂട്ടി ആയിട്ട് പെട്രോൾ പമ്പുകാരൻ അത് ഗവൺമെന്റിലേക്ക് എത്തിക്കും. സോ ഇൻഡയറക്ട്ലി യു ആർ പേയിങ് എക്സൈസ് ഡ്യൂട്ടി ടു ദ ഗവൺമെന്റ്, നോട്ട് ഡയറക്ട്ലി. അത് തന്നെയാണ് സെയിൽസ് ടാക്സിന്റെ കാര്യത്തിലും എല്ലാത്തിന്റെ കാര്യത്തിലും ഈ ഒരു ഇൻഡയറക്റ്റ് വേ ആണ് ഉണ്ടാകുന്നത്. സോ ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. സോ ആൻഡ് ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് പാർട്ട് 1.